എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പനി പിടിച്ചിട്ട് തീരെ സുഖമില്ലാണ്ടായിപ്പോയി. ഇപ്പോഴും പൂർണ്ണ സുഖമായിട്ടില്ല. എങ്കിലും നല്ല കട്ടിയുള്ള നല്ല മഞ്ഞ മത്തങ്ങ കണ്ടപ്പോൾ തോന്നി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ മത്തങ്ങ കറി വയ്ക്കാമെന്ന് കരുതി. കണ്ടോ, നല്ല മത്തങ്ങ കളറുള്ള നല്ല കട്ടിയുള്ള മത്തങ്ങയാണ് ഇത്. അത് ഞാൻ നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയത്. ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 3/4 സ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വേവും ഈ മത്തങ്ങായ. വെള്ള കളറുള്ള മത്തങ്ങായേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ നല്ല മഞ്ഞ കളറുള്ള കട്ടിയുള്ള മത്തങ്ങായയാണ്. അടുപ്പ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു. ഒറ്റ വിസിലടിക്കുന്ന സമയം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു അരമുറി തേങ്ങായ, 2 ചെറിയ ഉള്ളി, 2 വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം. ഒരു 3/4 സ്പൂണ് ജീരകം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെയൊന്നും ഇതരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ മഞ്ഞൾ ചേർക്കുന്നില്ല, കാരണം നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ ആയതുകൊണ്ട്. നമ്മുടെ മത്തങ്ങ അതിൻ്റെ പ്രഷറൊക്കെ പോയി നന്നായിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത് കുക്കറി വെക്കേണ്ട ഒരാവശ്യമില്ല. പെട്ടെന്ന് കറി വയ്ക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കുക്കറി വെച്ചത്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് കറിക്ക് വേണ്ടി ഞാൻ കഷ്ണം വേവിക്കുമ്പോഴും കുക്കറി വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ അരപ്പ് ചേർക്കാറുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ മത്തങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. കണ്ടോ, ഇതിന് തവി കൊണ്ട് നമ്മൾ ഉടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ ഉടഞ്ഞു പോയി. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ മത്തങ്ങയ്ക്ക്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ലൂസാക്കി ഈ കറി എടുക്കണ്ട, എന്നാൽ ഒത്തിരി കട്ടിയും വേണ്ട. ആ ഒരു പരുവത്തിൽ വേണം ഇത് നമ്മൾ കറി വയ്ക്കാൻ. ഇതിപ്പോൾ ഇത്തിരി കട്ടി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആ അരച്ച ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കണ്ടോ, പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇത്രയും മതി, ഇത്തിരി ലൂസ് വേണ്ട. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഇത്തിരി ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മഞ്ഞ കളറുള്ള കട്ടിയുള്ള മത്തങ്ങ എവിടെ കണ്ടാലും നിങ്ങൾ മേടിച്ച് കറി വയ്ക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണത്. ഇങ്ങനെ കറി വെക്കുക തന്നെയല്ല, പുഴുങ്ങി അത് കഴിക്കുന്നതിനും വെറുതെ ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങുക എന്നിട്ട് കഴിച്ചാലും വളരെ ടേസ്റ്റാണത്. എന്നിട്ട് ഇത്തിരി കാന്താരിമുളകും കൂടെ അരച്ച് അങ്ങ് ചേർത്ത് അത് മുക്കി കഴിക്കാൻ എന്ത് ടേസ്റ്റെന്നറിയാവോ ഈ മഞ്ഞ മത്തങ്ങായ. എന്നാൽ വെള്ള മത്തങ്ങയ്ക്ക് അത്രയും കളറും അത്ര ടേസ്റ്റും ഇല്ല. തിളപ്പിക്കാനായിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർത്തതൊക്കെ ഒന്ന് തിളച്ച് വരണം. അതിന് വേണ്ടി നമുക്കറിയാം മത്തങ്ങ നിരവധി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങായ. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് മത്തങ്ങായ. അത് ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയുമെന്നാണ് പറയുന്നത്.
നന്നായിട്ടും ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. മാറ്റി വാങ്ങി വെച്ചിട്ട് ഇതിന് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പ് വെച്ച് ഒരു 2 സ്പൂൺ എണ്ണ, മത്തങ്ങ പയറിട്ട് കറി വെക്കും, നമ്മൾ ചേനയിട്ട് എരിശ്ശേരി വയ്ക്കും. അങ്ങനെ മത്തങ്ങ ഏത് വിധത്തിൽ പരിപ്പിട്ട് കറി വെക്കാം. പക്ഷേ ഈ മഞ്ഞ കളറുള്ള മത്തങ്ങ എന്ന് പറഞ്ഞാൽ അത് തന്നെ കറി വെച്ച് കൂട്ടുന്നിടത്തോളം ടേസ്റ്റ് വേറെ ഏതിട്ടാലും വരികയില്ല. 1 സ്പൂണ് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുന്നു. ഇതിലേക്ക് ഒരു 3/4 സ്പൂണ് ഉലുവയും കൂടെ ഇടുന്നു. ഉലുവയിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3/4 സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽമുളക്, ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് കളർ മാറി വരുന്ന സമയത്ത് കറിക്കകത്തോട്ട് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ് മത്തങ്ങ. ഇങ്ങനെ എല്ലാ മത്തങ്ങയ്ക്കും ഇത്രയും ടേസ്റ്റ് വരത്തില്ല. ഈ ചുമന്ന കട്ടിയുള്ള മാംസളത്തോടു കൂടി മത്തങ്ങ മേടിക്കണം. ഇതാ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? നല്ല സുന്ദരമായ കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ് ഈ കറി ഇങ്ങനെ വെച്ചാൽ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.